വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് HSA സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. HSA സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നവോത്ഥാനം, മതനവീകരണം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുമുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസും അതേപോലെ കുറച്ച് റയർ ഫാക്ടറും അടങ്ങിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പെട്രാർക്കിൻ്റെ പ്രധാന കൃതികളാണ് സീക്രട്ടം, ലോറയ്ക്കുള്ള 200-ൽ പരം ഗീതികൾ. പെട്രാർക്കിൻ്റെ പ്രധാന കൃതികൾ സീക്രട്ടം, ലോറയ്ക്കുള്ള 200-ൽ പരം ഗീതികൾ. പെട്രാർക്കിൻ്റെ ശിഷ്യൻ ബൊക്കാച്ചിയോ, പെട്രാർക്കിൻ്റെ ശിഷ്യനാണ് ബൊക്കാച്ചിയോ. ഡെക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ രചിച്ച കൃതിയാണ് ഡെക്കാമറൻ കഥകൾ. ഡെക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻറ്റെ. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻറ്റെയാണ്. ഇറ്റാലിയൻ കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡാൻറ്റെ. ഇറ്റാലിയൻ കവിതകളുടെ പിതാവ് ഡാൻറ്റെ. നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച ഡാൻറ്റെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച ഡാൻറ്റെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻറ്റെയാണ്. ഇറ്റാലിയൻ കവിതകളുടെ പിതാവ് എന്നാണ് ഡാൻറ്റെ അറിയപ്പെടുന്നത്. നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച ഡാൻറ്റെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. കാൻബറി ടേൽസ് എന്ന കൃതി രചിച്ചത് ജെഫ്രി ചോസർ. കാൻബറി ടേൽസ് എന്ന കൃതി രചിച്ചത് ജെഫ്രി ചോസർ. നവോത്ഥാന രാഷ്ട്രീയ ചിന്തകൾക്ക് തുടക്കം കുറിച്ച മാക്കിയവെല്ലിയുടെ കൃതി ദി പ്രിൻസ്. അപ്പോൾ ദി പ്രിൻസ് എന്നത് മാക്കിയവെല്ലിയുടെ കൃതിയാണ്. നവോത്ഥാന രാഷ്ട്രീയ ചിന്തകൾക്ക് തുടക്കം കുറിച്ച മാക്കിയവെല്ലിയുടെ കൃതിയാണ് ദി പ്രിൻസ്. അന്ത്യാത്തായം, മൊണോലിസ എന്നിവ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ്. അന്ത്യാത്തായം, മൊണോലിസ എന്നീ ചിത്രങ്ങൾ വരച്ചത് ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. അന്ത്യവിധി എന്നത് മൈക്കലാഞ്ചലോയുടെ ചിത്രമാണ്. അപ്പം അന്ത്യവിധി മൈക്കലാഞ്ചലോ, അന്ത്യാത്തായം, മൊണോലിസ എന്നിവ ലിയോനാർഡോ ഡാവിഞ്ചി. ഏതൻസിലെ വിദ്യാലയം, ഡെസ്പ്യൂട്ട, മഡോണ എന്നിവ ആരുടെ ചിത്രങ്ങളാണ്? റാഫേലിൻ്റെ ചിത്രങ്ങളാണ് ഏതൻസിലെ വിദ്യാലയം, ഡെസ്പ്യൂട്ട, മഡോണ എന്നിവ. മൈക്കലാഞ്ചലോയുടെ പ്രധാന ശില്പങ്ങൾ പിയാത്തെ, ദാവീദ്, മോസസ്. മൈക്കലാഞ്ചലോയുടെ പ്രധാന ശില്പങ്ങളാണ് പിയാത്തെ, ദാവീദ്, മോസസ് എന്നിവ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ ആണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ പണിതത് ലോറൻസോ ഗിബർട്ടി. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ പണിതത് ലോറൻസോ ഗിബർട്ടി. ഏതൻസിലെ വിദ്യാലയം, ഡിസ്പ്യൂട്ട, മഡോണ എന്നിവ റാഫേലിൻ്റെ ചിത്രങ്ങളാണ്. മൈക്കലാഞ്ചലോയുടെ പ്രധാന ശില്പങ്ങളാണ് പിയാത്തെ, ദാവീദ്, മോസസ്. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ പണിതത് ലോറൻസോ ഗിബർട്ടിയാണ്. നോവം ഓർഗാനം എന്ന കൃതി രചിച്ചത് റോജർ ബേക്കൺ. നോവം ഓർഗാനം എന്ന കൃതി രചിച്ചത് റോജർ ബേക്കണാണ്. ലൂസിയാഡ്സ് എന്ന പുസ്തകം രചിച്ചത് കമിൻസ്. ലൂസിയാഡ്സ് എന്ന പുസ്തകം രചിച്ചത് കമിൻസ്. പോർച്ചുഗലിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കമിൻസ്. ലൂസിയാഡ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് കമിൻസ് ആണ്. പോർച്ചുഗലിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കമിൻസ്. ഫെയറി ക്വീൻ എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്മണ്ട് സ്പെൻസർ. ഫെയറി ക്വീൻ എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്മണ്ട് സ്പെൻസർ ആണ്. നോവം ഓർഗാനം എന്ന കൃതി റോജർ ബേക്കൺ. ലൂസിയാഡ്സ് എന്ന ഗ്രന്ഥം കമിൻസ്. ഫെയറി ക്വീൻ എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്മണ്ട് സ്പെൻസർ.
നെക്സ്റ്റ് മതനവീകരണം. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ. പോപ്പിൻ്റെ അഴിമതിക്കെതിരെ 95 നിബന്ധനകൾ തയ്യാറാക്കിയ പരിഷ്കർത്താവ് മാർട്ടിൻ ലൂതർ. പോപ്പിൻ്റെ അഴിമതിക്കെതിരെ 95 നിബന്ധനകൾ തയ്യാറാക്കിയ പരിഷ്കർത്താവാണ് മാർട്ടിൻ ലൂതർ. 1517 ഒക്ടോബർ 31 95 നിബന്ധനകൾ തയ്യാറാക്കി പതിപ്പിച്ച പള്ളി വിറ്റൻബർഗ് പള്ളി. പോപ്പിൻ്റെ അഴിമതിക്കെതിരെ 1517 ഒക്ടോബർ 31 95 നിബന്ധനകൾ തയ്യാറാക്കി പതിപ്പിച്ച പള്ളിയാണ് വിറ്റൻബർഗ് പള്ളി. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫാണ്. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫ്. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ജോൺ ഹസ്. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം ജോൺ വൈക്ലിഫും മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ജോൺ ഹസുമാണ്. ഫ്രാൻസിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജോൺ കാൽവിൻ. ഫ്രാൻസിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോൺ കാൽവിൻ. ജോൺ കാൽവിൻ്റെ അനുയായികൾ അറിയപ്പെടുന്നത് ഹ്യൂഗ്നോട്ട്സ് എന്നാണ്. ജോൺ കാൽവിൻ്റെ അനുയായികളാണ് ഹ്യൂഗ്നോട്ട്സ് എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ജോൺ കാൽവിനാണ്. പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഇഗ്നേഷ്യസ് ലയോള. പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസ് ലയോള. സ്പെയിനിൽ ജെസ്യൂട്ട് സന്യാസി സംഘങ്ങൾക്ക് രൂപം നൽകിയത് ഇഗ്നേഷ്യസ് ലയോളയാണ്. പ്രതിമതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഇഗ്നേഷ്യസ് ലയോള. സ്പെയിനിൽ ജെസ്യൂട്ട് സന്യാസി സംഘങ്ങൾക്ക് രൂപം നൽകിയത് ഇഗ്നേഷ്യസ് ലയോള. ഓൺ ദി റവല്യൂഷൻ ഓഫ് ദി സെലസ്റ്റിയൽ ഓബ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ്. കുറച്ച് റയർ ഫാക്ട്സ് ആണ്. ഓൺ ദി റവല്യൂഷൻ ഓഫ് ദി സെലസ്റ്റിയൽ ഓബ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. അതേപോലെ ദി മൂവ്മെൻറ്റ് ഓഫ് ഹേർട്ട് വില്യം ഹാർവി രചിച്ച പുസ്തകമാണ് ദി മൂവ്മെൻറ്റ് ഓഫ് ഹേർട്ട്. ഓൺ ദി റവല്യൂഷൻ ഓഫ് ദി സെലസ്റ്റിയൽ ഓബ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ്. ദി മൂവ്മെൻറ്റ് ഓഫ് ഹേർട്ട് എന്ന പുസ്തകം രചിച്ചത് വില്യം ഹാർവി. നവോത്ഥാന കാലത്ത് സ്കൊളാസ്റ്റിക് തത്വചിന്തയ്ക്കെതിരായി രൂപം കൊണ്ട തത്വചിന്ത എംപിരിസിസം അഥവാ അനുഭവവാദം. നവോത്ഥാന കാലത്ത് സ്കൊളാസ്റ്റിക് തത്വചിന്തയ്ക്കെതിരായി രൂപം കൊണ്ട തത്വചിന്തയാണ് എംപിരിസിസം അഥവാ അനുഭവവാദം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.